ഹലോ മൈ ഡിയർ സോൾസ്, വെൽക്കം ബാക്ക് ടു മിത്ര ചാരൂട്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെയും അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജിയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാവരും ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് കിട്ടണമെന്നും നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവത്തിലാണോ ആ ദൈവത്തിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുമോ, നിങ്ങളുടെ സിറ്റുവേഷൻ റെസനേറ്റ് ആവുന്നുണ്ടോ എന്നൊരു കാര്യം ചെക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം ഒരുപാട് ആഴത്തിൽ നിങ്ങളെ പ്രണയിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. അത്രയും ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നൊരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. നിങ്ങളുടെ സർവ്വതും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ തയ്യാറായിരുന്നു, കൊടുത്തിട്ടുമുണ്ട്. നിങ്ങളുടെ സമയമാവാം, നിങ്ങളുടെ സ്നേഹമാവാം, മറ്റ് പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം തന്നെ കൊടുക്കാൻ നിങ്ങൾ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. എല്ലാം നിങ്ങൾ കൊടുത്തിരുന്നത് സ്നേഹത്തിൻ്റെ പേരിൽ തന്നെയായിരുന്നു. പക്ഷേ അവർ നിങ്ങളോട് നിന്നത് ഒരു ചതി, വഞ്ചന എന്ന ഉദ്ദേശത്തിൽ മാത്രമായിരുന്നു നിങ്ങളോട് നിന്നിരുന്നത്. അവർ നിങ്ങളുടെ അടുത്ത് ഈ ഒരു ചതിയായിട്ടും നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചറിയുന്നില്ലായിരുന്നു അവർ കാണിക്കുന്ന ഒരു ചതിയാണെന്നോ വഞ്ചനയാണെന്നോ ഒന്നും തന്നെ നിങ്ങൾ തിരിച്ചറിയാത്തൊരു അവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ആ വ്യക്തി വളരെയധികം ആഴത്തിൽ കണ്ണുടച്ച് വിശ്വസിക്കുമായിരുന്നു. നിങ്ങൾക്ക് എത്രത്തോളം ഈ ലോകത്ത് ഇത്രയധികം നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടാവത്തില്ല, ഇത്രയൊരു അധികം വ്യക്തിയെ വിശ്വസിച്ചിട്ടുണ്ടാവത്തില്ല. അവരുടെ ഓരോ വാക്കുകളും നിങ്ങളെ മനസ്സിൽ ആഴത്തിൽ കൊണ്ടുപോകുമായിരുന്നു. അത്രയും ആഴത്തിലായിരുന്നു നിങ്ങൾ ആ വ്യക്തിയായിട്ടുള്ള ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങൾ സ്പെൻഡ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തും നിങ്ങളുടെ ലൈഫിലിപ്പം മറ്റെന്ത് കാര്യങ്ങളും നിങ്ങൾക്കിപ്പം നിങ്ങൾ ലൈഫിൽ നേടാൻ ആഗ്രഹിക്കുന്നൊരു ജോലിയാവട്ടെ, ഫിനാൻഷ്യലായിട്ടുള്ളൊരു ഇൻകം ആവട്ടെ, ഇതൊക്കെ നിങ്ങൾ ലൈഫിൽ വന്നാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് സങ്കടമില്ല. പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു മാറ്റം, നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് ചെറുതായിട്ട് ഒരു ദിവസത്തേക്കോ അവർ വരുന്നൊരു ചെറിയൊരു മാറ്റം നിങ്ങളെ വളരെയധികം ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് മുറിവുകൾ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്കുന്ന ഓരോ മുറിവുകളും അവിടെ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളോട് വന്നിട്ട് അവരൊരു 10 മിനിറ്റ് സംസാരിക്കുമ്പോഴോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം അവർ സ്പെൻഡ് ചെയ്യുമ്പം നിങ്ങളുടെ ആ മനസ്സിലെ വേദനയൊക്കെ തന്നെ നിങ്ങൾക്ക് മറന്നു പോവും. ആ വ്യക്തിയോട് നിങ്ങൾ ക്ഷമിക്കുമായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ഒരു എനർജി നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്, നിങ്ങൾ ആ വ്യക്തിയോട് അങ്ങോട്ട് നിങ്ങൾ ആ വ്യക്തിയെ പ്രണയിച്ചിരുന്നു. ആ വ്യക്തിക്ക് അറിയില്ലായിരുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയോട് പ്രണയമുണ്ടായിരുന്നു. നിങ്ങൾ പലപ്പോഴും ആ വ്യക്തിയോട് സൗഹൃദം എന്ന രീതിയിലായിരുന്നു നിന്നിരുന്നത്. പക്ഷെ ആ വ്യക്തിയെ നിങ്ങൾ വളരെയധികം പ്രണയിച്ചിരുന്നു. ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. അവരുടെ സന്തോഷമായിരുന്നു നിങ്ങൾക്ക് വലുത്. നിങ്ങളുടെ സന്തോഷവും കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നില്ലായിരുന്നു. ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. അവർ ഒരുപാട് മാനസികമായിട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്കറിയാം. അവരെ അതിൽ നിന്ന് എങ്ങനെയും മോചിതമാക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് അവരെ തിരിച്ച് കൊണ്ടുവരണം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിരുന്നു. ഇങ്ങനെ എഫേർട്ട് എടുക്കുന്ന സമയത്ത് ആ വ്യക്തിയിൽ നിന്ന് ഒരുപാട് കുത്തുവാക്കുകളും വേദനകളും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളതെല്ലാം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ, നിങ്ങളുടെ സ്നേഹമാണ് വലുത്, ഞാൻ സ്നേഹിക്കുന്ന സമയത്ത് എന്തും ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് എന്നൊരു എനർജിയിലായിരുന്നു, എന്നൊരു തീരുമാനത്തിലായിരുന്നു നിങ്ങൾ ആ വ്യക്തിയോട് നിന്നിരുന്നായിട്ട് നമ്മുടെ കാർഡ്സ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ബന്ധം അവസാനിക്കാൻ കാരണം ഒരു തേർഡ് പാർട്ടി തന്നെയാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ കടന്നു വരുമെന്നാണ് കാർഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ അവർ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു കമ്പനി ആയിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് തേർഡ് പാർട്ടിയെക്കുറിച്ച് ഓൾറെഡി അറിയായിരുന്നു, ഇങ്ങനൊരു വ്യക്തി ഉണ്ടെന്നും. പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് വരുമെന്നോ അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ബന്ധം പിരിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി കാരണമാവും എന്ന് നിങ്ങൾ ഒട്ടും തന്നെ നിങ്ങളുടെ മനസ്സുകൊണ്ട് പോലും അല്ലെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം പോലും നിങ്ങളുടെ ചിന്തയിൽ അത് വന്നിട്ടില്ലായിരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണോ നിങ്ങളുടെ വ്യക്തിയായിട്ട് നിങ്ങൾ എന്ന് ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയോ ആ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയ സമയത്ത് നിങ്ങളുടെ കുറവ് നികത്തുന്ന രീതിയിൽ ഈ ഒരു തേർഡ് പേഴ്സണായിട്ടുള്ള വ്യക്തി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു വന്നതായിട്ടാണ് ഇവിടെ കാണുകയും ചെയ്യുന്നത്. ആ ഒരു തേർഡ് പേഴ്സണായിട്ടുള്ള വ്യക്തി കടന്നു വന്നതിൻ്റെ പേരിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ടിരുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു ദിവസം കൊണ്ടല്ല, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടല്ല നിങ്ങളായിട്ടുള്ള കമ്പനി അല്ലെങ്കിൽ നിങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതാക്കിയ ഒരു
ടൈം എടുത്തു നിങ്ങൾക്ക് അവരെ എത്രത്തോളം സ്നേഹിച്ചെന്നോ അത്രയും ആഴത്തിൽ അവർ മുറിവേൽപ്പിച്ച് നിങ്ങളെ മാനസികമായിട്ട് ശാരീരികമായിട്ട് നിങ്ങൾ ഈ ജീവിതമേ എനിക്ക് വേണ്ട, നിങ്ങൾ എത്രത്തോളം വേദനയുടെ ആ ഒരു സങ്കടത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട്. ഇപ്പോൾ ഒരു കടലിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ അളക്കാൻ പറ്റില്ല, അല്ലെ ആകാശത്തിൻ്റെ നീളം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത്രയും ആഴത്തിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചായിട്ടാണ് കാണുന്നത്. അത്ര ആഴത്തിൽ കൊണ്ടുപോയിട്ടാണ് നിങ്ങളായിട്ടുള്ള എല്ലാ ബന്ധവും അവർ അവസാനിച്ചു എന്നൊരു വാക്കുപോലും പറഞ്ഞിരുന്നതും. ഈ ഒരു തേർഡ് പേഴ്സൺ കടന്നു വന്ന സമയത്തും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നത്. അവർ മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കും അവരുടെ ലൈഫിൽ നടക്കുന്ന, വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും അവരിപ്പം മാറിയിരിക്കുന്നതെന്നായിരുന്നു നിങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വന്നത്. സത്യം നിങ്ങളുടെ നേരിട്ട് കൊണ്ട് പലരും എനർജി നോക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടു, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഇവിടെ കാണുന്നതായിട്ട് ഇവിടെ കാർഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പലരും മറ്റുള്ളവരിൽ നിന്ന് അറിയുകയും ചെയ്തിട്ടുണ്ട്, ഓർ നിങ്ങൾ സോഷ്യൽ മീഡിയാസ് വഴി അറിഞ്ഞതായിരിക്കാം. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനൊരു വ്യക്തി വരികയും അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകലം പാലിച്ച് പോയതായിട്ട് ഇവിടെ കാണുകയും ചെയ്യുന്നത്. അത്രയും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ കടന്നവരെന്ന് പറയുന്നത് നിങ്ങൾക്കിടയിലൊരു കാർമികമായിട്ടുള്ള പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വ്യക്തി കടന്നു വന്നത്. മെയിനായിട്ട് ഇവിടെ ഒരു ഫെമിനിൻ എനർജി തന്നെയാണ് കാണുന്നത് കേട്ടോ. ഒരുപാട് പേരുടെ കേസിൽ ഫെമിനിൻ എനർജി കടന്നു വന്നതായിട്ടാണ് ഇവിടെ കാണുകയും ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയത് നിങ്ങളുടെ സോളിനെ, നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ സോൾ തന്നെ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ആ ഒരു സോളിനെ ആയിരുന്നു ഈ ഒരു തേർഡ് പേഴ്സണായിട്ടുള്ള വ്യക്തി അകറ്റിക്കൊണ്ട് പോയത്. അപ്പം നിങ്ങളുടെ സോളിനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നൊരു കാര്യം ഇവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് എന്നിട്ടും വെയിറ്റ് ചെയ്തിരുന്നു. തേർഡ് പാർട്ടി വന്ന സമയത്തും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരും എന്നൊരു കാര്യം കാത്ത് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ വെയിറ്റിംഗ് എല്ലാം തന്നെ വെറുതെ ആയിരുന്നു എന്ന് ഓരോ ടൈം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ സമയം കഴിയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരുന്നു, ഞാൻ എൻ്റെ വ്യക്തിയെ ആഗ്രഹിക്കുന്ന വെറുതെയാണ്, അവരൊരിക്കലും തിരിച്ചു വരില്ല, എൻ്റെ സ്നേഹം മനസ്സിലാക്കത്തില്ല. അതോടുകൂടി നിങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം ഇവിടെ ഉണ്ട്, നിങ്ങൾ ആഴത്തിൽ ആരെ സ്നേഹിക്കുന്നു അവരെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടത്തില്ല. ഇവിടെ ഒരുപാട് പേര് കർമ്മദോഷം ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ജെന്യുവനായിട്ട് ഏത് വ്യക്തിയെ സ്നേഹിക്കാൻ പോയാലും, ഇപ്പം നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിലായാലും പ്രണയത്തിലായാലും ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഒരു ടൈം കഴിയുമ്പം അവരുടെ ഒരു വേയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഡയറക്ഷനിലേക്ക് അവർ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നൊരു എനർജി ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കൂടെ ആൾക്കാർ കാണും, നിങ്ങളുടെ ചുറ്റിനും ആൾക്കാർ കാണും. പക്ഷേ എന്നിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഒറ്റയ്ക്കായിപ്പോയി, നിങ്ങൾ തനിച്ചായിപ്പോയി, നിങ്ങൾക്ക് കൂടെ ആരുമില്ല എന്നൊരു കാര്യമാണ് നിങ്ങളിവിടെ ഫീൽ ചെയ്യുന്നതായിട്ട് ഇവിടെ കാർഡ്സ് ഇൻഡിക്കേറ്റും ചെയ്യുന്നത്. അതേപോലെ നിങ്ങളുടെ മുന്നിൽ ഇപ്പം രണ്ട് ഓപ്ഷൻസ് എന്ന രീതിയിൽ നിൽക്കുകയാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തിരിച്ച് വേണമെന്ന ആഗ്രഹമുണ്ട് എങ്കിൽ അവർക്ക് യൂണിവേഴ്സായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവം അവർക്കൊരു മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇതിൽ നിന്നൊരു പശ്ചാത്താപം കാര്യങ്ങളും ഉണ്ടാവണം എന്നൊരു കാര്യം നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാർഡ്സ് ഇൻഡിക്കേറ്റും ചെയ്യുന്നുണ്ട്. കാരണം അത്രയും ആഴത്തിലായിരുന്നു, അത്രയും ജെന്യുവനായിട്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ചു കൊണ്ടേയിരുന്നത്. പക്ഷേ ഇവിടെ കാർഡ്സിൽ നിന്നും ക്ലിയറായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ടേൺ ബാക്ക് എന്തായാലും സംഭവിച്ചിരിക്കും. നിങ്ങളിൽ നിന്ന് എത്രത്തോളം മൂണായിട്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിൽ അവർ നിങ്ങളുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ചിട്ടായാലും നിങ്ങളെ മറന്നിട്ട് അവർ പോയിട്ടുണ്ടോ അത്രയും ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് വരും. അതായത് നിങ്ങളിപ്പോൾ ഉപേക്ഷിച്ചിട്ട് ഒരു 1 year ആയി കാണും, അല്ലെങ്കിൽ 6 മാസമായി കാണും, അല്ലെങ്കിൽ ഒരു 2 വർഷമായി കാണും. എത്രയോ ടൈം ആയിക്കോട്ടെ, ഇത്രയും ടൈം ആയാലും അവർ തിരിച്ചു വരുന്നത് 1 minute അല്ലെങ്കിൽ ഒരു 1 second കൊണ്ട് അവരുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തീരുമാനം എടുത്ത് അത്രയും ഫാസ്റ്റായിട്ടായിരിക്കും അവർ ഈ ഒരു തീരുമാനം എടുത്തിട്ട് തിരിച്ചു ചെയ്യുന്നത്. കാരണം ഇവിടെ വ്യക്തമായിട്ട് കാർഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളില്ലാത്തതിൻ്റെ വേദന അവർ അനുഭവിക്കുന്നുണ്ട്. കറൻറ്റ്ലി നിങ്ങളോട് ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളോട് നല്ല രീതിയിൽ അവർക്ക് ഈഗോ ഉണ്ട്, ദേഷ്യം നല്ലവണ്ണക്കുണ്ട്. അതേപോലെ തന്നെ നിങ്ങളായിട്ടുള്ള സ്പെൻഡ് ചെയ്തിട്ടുള്ള ഓർമ്മകൾ അവിടെ മനസ്സിൽ നന്നായിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ച് പോയിട്ടുള്ള യാത്രകളായിരിക്കാം, നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള പ്ലേസസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് ഓരോ സാഹചര്യങ്ങളും എങ്ങനെ ആ വ്യക്തിയോട് നിന്നു എന്നൊരു കാര്യം ആ വ്യക്തിയെ സമയത്ത് ഓർക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ തേർഡ് പേഴ്സണായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ആദ്യം ഒരു പ്രണയം ഉണ്ടായെന്നായിട്ട് ഇവിടെ കാർഡ്സിൽ ഇൻഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വ്യക്തിയോട് പ്രണയം എന്ന രീതിയിലല്ല നിൽക്കുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ തേർഡ് പേഴ്സണായിട്ടുള്ള വ്യക്തിയോട് നിൽക്കുന്നതെന്ന് വെച്ചാൽ
പ്യൂറായിട്ട് ഇവിടെ ലസ്റ്റ് എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അവർ ആ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടാണ് അവർ തേർഡ് പേഴ്സണോട് നിൽക്കുന്നത്. അവർക്ക് കുറച്ച് നേട്ടങ്ങളുണ്ട്. തേർഡ് പേഴ്സണായിട്ട് ഒരു പ്രണയത്തിൽ പോകാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അവർക്ക് കഴിയുന്നില്ല. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു തേർഡ് പേഴ്സണായിട്ട് പ്രണയത്തിൽ പോകാനോ അല്ലെങ്കിൽ പ്രണയത്തിലിരിക്കാനോ അവർക്ക് കഴിയുന്നില്ല. കാരണം അവർക്ക് ഒരിക്കലും ഒരു വ്യക്തി ആഴത്തിൽ പ്രണയിക്കാനോ അല്ലെങ്കിൽ ആ വ്യക്തിയോട് ജെന്യൂനായിട്ട് നിൽക്കാനോ കഴിയാത്തൊരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം തേർഡ് പേഴ്സണായിട്ട് നടക്കുന്ന രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു എനർജി തന്നെ, ലസ്റ്റ് എനർജി തന്നെ, അത് ആഗ്രഹിച്ച് ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന രീതിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അതേപോലെ തേർഡ് പേഴ്സണായിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സണോട് യാതൊരു ട്രസ്റ്റും ഉള്ളതായിട്ട് ഇവിടെ കാർഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. അവർ വിശ്വസിക്കുന്നില്ല. കാരണം അവർക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട് അവരൊരു സമയത്ത് ഉപേക്ഷിച്ച് പോവും എന്നാരും. കാരണം തേർഡ് പേഴ്സണ് നിങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാം. അതേപോലെ നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ അവരുടെ ലൈഫിൽ എങ്ങനെയായിരുന്നു, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പേഴ്സണോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ തേർഡ് പേഴ്സൺ നിങ്ങളോടൊരു വെറുപ്പും ദേഷ്യമാണുള്ളത്. നിങ്ങൾക്കും ആ തേർഡ് പേഴ്സണോട് നല്ല രീതിയിൽ ദേഷ്യം കാണും. നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് അകറ്റിയതായ വ്യക്തിയാണല്ലോ എന്നോർത്ത് നിങ്ങൾക്കും അവരോട് ദേഷ്യം കാണും. അതേ ഇൻറ്റൻസിറ്റിയിലാണ് ആ ഒരു തേർഡ് പേഴ്സണും നിങ്ങളോട് നല്ല രീതിയിൽ ദേഷ്യമുള്ളതായിട്ട് ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ തേർഡ് പേഴ്സൺ ഒരിക്കലും നിങ്ങളിലേക്ക് ആ വ്യക്തിയെ അയക്കത്തില്ല, അതിന് വേണ്ടിയിട്ട് അവർ മാറി തരത്തില്ല. പക്ഷേ ഇവർക്കിടയിൽ വരുന്ന പ്രശ്നങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇല്ലാത്തതിൻ്റെ പേരിലാണ്. കാരണം ഈ തേർഡ് പേഴ്സണായിട്ടിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ ചതിക്കാനുള്ള ടെൻഡൻസിയാണ് കൂടുതലുള്ളതായിട്ട് കാണുന്നത്. കാരണം തേർഡ് പേഴ്സൺ അറിയാം എന്തെങ്കിലുമൊരു സാഹചര്യത്തിൽ ആ വ്യക്തി തേർഡ് പേഴ്സണെ ചതിക്കും, ചീറ്റ് ചെയ്യും എന്നൊരു കാര്യം അവർക്ക് വ്യക്തമായിട്ടറിയാം. അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു വ്യക്തി ചീറ്റ് ചെയ്യണം എന്ന രീതിയിൽ തന്നെ, അതായത് ചീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ചതിക്കണം എന്നതിനേക്കാൾ കൂടുതൽ ഒരു സമയത്ത് ഉപേക്ഷിച്ച് പോകണം എന്നൊരു കാര്യത്തിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ക്യാരക്ടർ എന്താണ്, ആ വ്യക്തി ഒരാളോട് എങ്ങനെ നിൽക്കും, എത്രത്തോളം നിൽക്കും എന്നൊരു കാര്യം ആൾക്ക് വ്യക്തമായിട്ട് അറിയാം. സോ അതറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ലിമിറ്റുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയോട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി പോലും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരിക്കും നിങ്ങളുടെ വ്യക്തി ഉപേക്ഷിച്ചിട്ട് ആ ഒരു തേർഡ് പേഴ്സൺ കടന്നു പോകുന്നത്. ആ സമയത്തായിരിക്കും നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ അടുത്തായിരിക്കും ചിലപ്പം വന്ന് ഈ തേർഡ് പേഴ്സണെ കുറിച്ച് പറയാനും അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഹീലിംഗ് വീണ്ടും ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ചാൻസസ് കൂടുതലുള്ളതായിട്ട് ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ തരുന്ന റീഡിങ്സൊക്കെ തന്നെയും നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനായിട്ട് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റീഡിംഗ് ആയിട്ട് എടുക്കുക. പലപ്പോഴും പലരും എന്നോടത്ത് വന്ന് പേഴ്സണൽ മെസ്സേജ് ചെയ്തൊക്കെ ചോദിക്കാറുണ്ട്, മാം ഇന്നത്തെ റീഡിങ്ങും എൻ്റെ സിറ്റുവേഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ മാം പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് ഫുള്ളും റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റീഡിങ് ഫുള്ളായിട്ട് കാണും കേട്ടോ. നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ റീഡിങ് കണ്ടിട്ട് യാതൊരു ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് യാതൊരു മെസ്സേജസും കിട്ടാനില്ല. അതുകൊണ്ട് നിങ്ങളുടെ റീഡിങ് ആണെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റീഡിംഗ് ആണ്. കാരണം നമ്മളിവിടെ ചെയ്യുന്നത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ ഏത് സമയത്താണ് റീഡിംഗ് കാണുന്നത് ആ സമയത്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ റെസണേറ്റ് ആവുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ പേഴ്സ് റീഡിംഗ് എടുക്കുന്നതിൻ്റെ അത്രയും ഒരു ഇൻറ്റൻസിറ്റി ഈ ഒരു ജനറൽ റീഡിങ്ങിന് വരുന്നതായിരിക്കത്തില്ല. ജനറൽ റീഡിംഗ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് തിരിച്ചു വരുമെന്നായാലും അല്ലെങ്കിൽ അവർ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നും എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഡീപ്പ് അനലൈസ് ആയിട്ട് റീഡിങ് നിങ്ങൾക്ക് പേഴ്സ് റീഡിങ് എടുത്താൽ കിട്ടുന്നതായിരിക്കും. അത് എൻ്റെ അടുത്ത് നിന്ന് മാത്രമല്ല, ഏത് ടാറോ റീഡർ എടുത്താലും നിങ്ങൾക്ക് ആ ടാറോ റീഡർ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു റീഡിങ് തരുന്നതായിരിക്കും. സോ അതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനോട് ഒട്ടും ഡിഫറെൻ്റ് ആവുന്നില്ലെന്ന് തോന്നിയാൽ ആ ഒരു കാര്യം ചെയ്യാം. അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് നമ്മൾ കഴിഞ്ഞ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് അവരുടെ പേഴ്സൺ തിരിച്ച് വിളിച്ചിട്ടുണ്ട് 3 times. ഞാൻ ചില വീഡിയോസിൽ മാത്രമാണ് പറയുന്നത്, എല്ലാ വീഡിയോസിലും ഞാൻ പറയാറില്ല. ചില വീഡിയോസ് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഈ വീഡിയോ 3 times റിപ്പീറ്റ് കാണും അല്ലെങ്കിൽ 5 times റിപ്പീറ്റ് കാണും, നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോക്കകത്ത് ഈ ഒരു എനർജി ഇങ്ങനെ കെയിം ചെയ്യൂ എന്നൊരു കാര്യം ഞാൻ പറയാറുണ്ട്. അത് ഫോളോ ചെയ്യുന്ന വ്യക്തിയേക്ക് നിങ്ങളുടെ പേഴ്സണായിട്ട് നോ കോൺടാക്റ്റിൽ ഇരുന്ന
സമയത്ത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വിളിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പേഴ്സണായിട്ട് വീണ്ടും കോൺടാക്റ്റ് വന്നിട്ടുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ ഒരുപാട് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. കാരണം നിങ്ങളൊരു റെമഡിയും ചെയ്യാതെ നമ്മുടെ ഒരു വീഡിയോ കാണുന്ന വീഡിയോയിലൂടെ എനർജി നിങ്ങൾക്ക് റിസീവ് ആവുന്നൊരു കാര്യത്തിൽ ഒരു സന്തോഷമുണ്ട്. കാരണം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ, നിങ്ങളുടെ പേഴ്സണായിട്ടുള്ള നിങ്ങളുടെ എല്ലാ ആഗ്രഹവും നടക്കണം എന്നൊരു കാര്യം തന്നെയാണ് എൻ്റെയും പ്രാർത്ഥനയിൽ തന്നെ ഉള്ളത്. ഓക്കെ. സോ അതേപോലെ തന്നെ നമ്മൾ റീഡിങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നമ്മളിപ്പോൾ ഓഫറിലാണ് റീഡിംഗ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ഇന്ന് റീഡിംഗ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് റീഡിംഗ് കിട്ടും. ആ ഒരു ഓപ്ഷൻ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. എമർജൻസി റീഡിംഗ് ആണ് വരുന്നത്. 24 hours അതായത് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റീഡിംഗ് കിട്ടുന്നതാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പം 10 ക്വസ്റ്റ്യൻസ്, 20, 30, നിങ്ങൾക്ക് ഏത് ഏരിയാസിൽ നിന്നോ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് ഡീപ്പ് റീഡിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് 1 hour അല്ലെങ്കിൽ 1.5 hour അത്രയും ലെങ്തി ആയിട്ട് റീഡിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എൻ്റെ റീഡിംഗ് എടുത്തിട്ടുള്ള ആൾക്കാർക്കറിയാം. അതേപോലെ തന്നെ സ്പെല്ലിന് വേണ്ടിയിട്ടോ കോഡ് കട്ടിങ്ങിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ ആ റെമഡിയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലും എന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ഇത്രയാണ് ഇന്നത്തെ റീഡിങ്ങിനകത്തുള്ളത്. സോ റീഡിങ് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.